ഇലക്ട്രോകെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ 8ാമത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ 7 വീഡിയോകളിലായിട്ട് നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി, ഇലക്ട്രോകെമിക്കൽ സെൽസ്, ഗാൽവനിക് സെൽസ്, നേൺസ്റ്റ് ഇക്വേഷൻ, കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ്, ഇലക്ട്രോലൈറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോളിസിസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് നല്ലതുപോലെ വരാറുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ബാറ്ററീസ്. ഓക്കെ, ബാറ്ററീസ്. A battery is basically a galvanic cell in which the chemical energy of a redox reaction is converted to electrical energy. ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഒരു ബാറ്ററി എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യാണ്. ബാറ്ററി ഈസ് എ ഗാൽവനിക് സെൽ ഇറ്റ്സെൽഫ്. അതൊരു ഗാൽവനിക് സെല്ല് തന്നെയാണ്. എന്താണ് ഗാൽവനിക് സെൽ? ദാറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അതായത് ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം, ബാറ്ററി ഉപയോഗിക്കാത്ത ആരുമില്ല. ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് എന്ത്? ബാറ്ററി. ദേ ആർ ഓഫ് മെയിൻലി 2 ടൈപ്സ്, പ്രൈമറി ബാറ്ററീസ് ആൻഡ് സെക്കൻഡറി ബാറ്ററീസ്. ബാറ്ററീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാറുണ്ട്, പ്രൈമറി ബാറ്ററി എന്നും സെക്കൻഡറി ബാറ്ററി എന്നും. നമുക്കിത് എന്താണെന്ന് നോക്കാം. പ്രൈമറി ബാറ്ററീസ്. ഹിയർ ദ റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺലി വൺസ് ആൻഡ് ആഫ്റ്റർ യൂസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ദേ ബിക്കം ഡെഡ് ആൻഡ് കനോട്ട് ബി റീയൂസ്ഡ്. എക്സാമ്പിൾ ഡ്രൈ സെൽ, mercury button cell, etc. Primary cell cannot be recharged and reused. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ബാറ്ററീസ് ഓർ സെൽസ്. പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിന് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ മൊബൈൽ ഫോണിലുള്ള ബാറ്ററി ഒന്നും പ്രൈമറി അല്ല, അത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, കുറേ പ്രാവശ്യം റീചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത, റീയൂസ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററികളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ബാറ്ററി. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ടോർച്ചിൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ടോർച്ചൊന്നും ഇപ്പം അങ്ങനെയുള്ള ടോർച്ചുകളൊന്നുമില്ല, ടോർച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സാധനം, ഈ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി കണ്ടിട്ടുണ്ടാവും. ഒരു 10 രൂപയെ കൊടുത്താൽ കിട്ടുന്ന പെൻസിലിൻ്റെ അത്രയും വണ്ണമുള്ള ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഡ്രൈ സെൽ എന്ന് വിളിക്കുന്നത്. ആ ഡ്രൈ സെല്ല് നമുക്ക് ഒരിക്കലും റീചാർജ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽസ് തീർന്നാൽ നമ്മളത് ഒഴിവാക്കും. അതേപോലെ തന്നെയാണ് ബട്ടൺ സെല്ല്. ബട്ടൺ സെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വാച്ചിലും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ടോയ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബട്ടൺ പോലെയുള്ള ഒരു, നമ്മുടെ ചില മെഡിസിൻ പിൽസൊക്കെ പോലെയുള്ള ചില സെല്ലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇതേപോലെ തന്നെയാണ്. അതിനുള്ളിലുള്ള കെമിക്കൽസ് തീരുന്നത് വരെ നമുക്കത് ഇലക്ട്രിസിറ്റി തന്നുകൊണ്ടിരിക്കും. ആ കെമിക്കൽസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആയി കഴിഞ്ഞാൽ, കെമിക്കലി ചേഞ്ച്ഡ് ആയി കഴിഞ്ഞാൽ ആ ബാറ്ററിയും എന്താ പറയുക, നമുക്ക് ഡെഡ് ആയിട്ട് മാറും. അത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള ബാറ്ററികളെയാണ് നമ്മൾ പ്രൈമറി ബാറ്ററി എന്ന് വിളിക്കുന്നത്. ഇപ്പം പ്രൈമറി ബാറ്ററി, ഇൻ പ്രൈമറി ബാറ്ററി ദ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺലി വൺസ്. ദേ ക്യാൻ ബി റീയൂസ്ഡ്, ദേ ക്യാൻ ബി റീചാർജ്ഡ്. എക്സാമ്പിൾ ഡ്രൈ സെൽ ആൻഡ് മെർക്കുറി ബട്ടൺ സെൽ. അപ്പോൾ ഇവരെ രണ്ടുപേരെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഡ്രൈ സെല്ലും മെർക്കുറി ബട്ടൺ സെല്ലും. ഇനി അതിലേക്ക് പോവാം. ഒരു ഡ്രൈ സെല്ലിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഈ പറഞ്ഞ ബാറ്ററി നമ്മൾ ആദ്യമൊക്കെ ടോർച്ചിലും പിന്നീട് ഇപ്പം നമ്മുടെ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ എഴുതി വെച്ചു ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ആ ചിത്രം ഒന്നുകൂടെ നോക്കാം. It is a compact form of Lagrangian cell. It consists of a zinc container as anode and a carbon or graphite rod surrounded by powdered manganese dioxide and carbon as cathode. The space between the electrodes is filled by
the moist paste of ammonium chloride and zinc chloride. അപ്പോൾ ഞാനിതൊന്ന് വിശദീകരിക്കാം. അപ്പം ഇതിൻ്റെ ഏതൊരു ഗാൽവാനിക് സെല്ലിലെ പോലെയും ഇവിടെയും രണ്ട് ഇലക്ട്രോഡുകളുണ്ട്. ഒരു കാത്തോഡും ഉണ്ട്, ഒരു ആനോഡും ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബാറ്ററികൾ പൊളിച്ചു നോക്കിയാൽ അതിന്റെ ഈ പേപ്പറിന്റെ കോട്ടിംഗ് ഉണ്ടാവും. ആ പേപ്പർ കോട്ടിംഗ് അങ്ങോട്ട് മാറ്റിയാൽ നിങ്ങൾക്ക് ഒരു മെറ്റൽ കണ്ടെയ്നർ കാണാൻ പറ്റും, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള. ആ ഒരു മെറ്റൽ കണ്ടെയ്നർ ഉണ്ടാക്കിയിരിക്കുന്നത് സിങ്ക് കൊണ്ടാണ്. സിങ്ക് ആണ് ഈ ഗാൽവനിക് സെല്ലിലെ ഈ മെറ്റൽ കണ്ടെയ്നർ ആണ് ഇവിടുത്തെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ബാറ്ററികൾ പൊട്ടിച്ച് കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കറുത്ത ദണ്ട്, ഒരു സിലിണ്ടറിക്കൽ സബ്സ്റ്റൻസ് കിട്ടും. അത് കാർബൺ ആണ്. അതാണ് ഇവിടുത്തെ കാത്തോഡ്. ഈ കാത്തോഡിന്റെ പ്രത്യേകത ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ മാംഗനീസ് ഡയോക്സൈഡ്. അപ്പോൾ ഇത് പൊട്ടിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബാറ്ററി ഒക്കെ തച്ച് പൊട്ടിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു നല്ല കരി പോലൊരു സാധനം കിട്ടും. ചില ആളുകൾ ധാരണ അത് കരിയാണെന്നാണ്. അത് കരി അതല്ല, അത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള ബാറ്ററികളൊക്കെ തന്നെ പഴകി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് പൊട്ടിയിട്ട് ഇങ്ങനെ അതിൽ നിന്നും ചില സൊല്യൂഷൻസ് ഒക്കെ പുറത്തേക്ക് പൊട്ടി ഒലിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം അതിലുള്ള ഇയാളാണ്, അമോണിയം ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ് ആണ്. അവരാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ടത് ഡ്രൈ സെല്ലിലെ ആനോഡ് ആരാണ് ആനോഡ്? സിങ്ക്. ആരാണ് കാത്തോഡ്? എ കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ മാംഗനീസ് ഡയോക്സൈഡ്. ഏതാണ് ഇലക്ട്രോലൈറ്റ്? അമോണിയം ക്ലോറൈഡ് വിത്ത് സിങ്ക് ക്ലോറൈഡ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈ സെല്ലിന്റെ പകുതി മാർക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പൊ ഡ്രൈ സെല്ലിന്റെ സ്ട്രക്ചർ പറയുമ്പം ആനോഡ് സിങ്ക്, കാത്തോഡ് കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ മാംഗനീസ് ഡയോക്സൈഡ്. പിന്നെ അതിന്റെ ഇലക്ട്രോലൈറ്റ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഇനി അതിന്റെ പിന്നൊരു പ്രധാനമായും വരുന്നൊരു ചോദ്യരൂപമാണ് അതിന്റെ ആനോഡ് റിയാക്ഷൻ, കാത്തോഡ് റിയാക്ഷൻ. അതും കൂടെ നമുക്കൊന്ന് പഠിക്കാം. ആനോഡിൽ സംഭവിക്കുന്നത് സിങ്ക് Zn gives Zn2+ 2 electrons. കാത്തോഡിൽ MnO2 plus NH4 plus 1 electron gives MnOH plus NH3. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്യല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല. അമോണിയ produced in this reaction forms a complex with Zn2+ and thus corrodes the cell. The cell has potential of nearly 1.5 volt. അപ്പൊ ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് അമോണിയ ഉണ്ടാവുന്നുണ്ട്. ഈ അമോണിയ ഈ സിങ്കുമായി ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് സെല്ലിനെ, നമ്മുടെ ഈ ഒരു ഡ്രൈ സെല്ലിനെ മെല്ലെ മെല്ലെ നശിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് കേടുവരുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് കൊറോഡ് ചെയ്തു പോകും, അതിങ്ങനെ ദ്രവിച്ചു പോകും. പിന്നെ ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1.5 വോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ട് ചോദ്യങ്ങൾക്കാണ് സ്കോപ്പ് ഉള്ളത്. എക്സ്പ്ലെയിൻ the structure of dry cell, or what are the electrodes and electrolytes of dry cell? Anode zinc, cathode carbon rod with manganese dioxide, electrolyte ammonium chloride and zinc chloride. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, electrode reactions. What is happening in the anode of dry cell and cathode of dry cell? ഇത് പഠിച്ചു വെക്കണം. പിന്നെ ഇതിപ്പോൾ ഒരു വലിയൊരു സ്കോപ്പ് ഒന്നുമില്ല. 1.5 വോൾട്ട് ആണ് ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് പിന്നെ ഒരു വിധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്താണ് മെർക്കുറി സെൽ. സോറി, ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ ഡ്രൈ സെൽ ഒന്നുകൂടെ കാണിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ എന്ന് ഞാൻ പറഞ്ഞത്. ഈ കണ്ടില്ലേ അലൂമിനിയം പോലെ കിടക്കുന്ന ഇതാണ് സിങ്ക്. ഇതാണ് ഇവിടുത്തെ ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് കാർബൺ റോഡ്, ഇതാണ് ഇവിടുത്തെ കാത്തോഡ്. അതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ട്? മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. മെർക്കുറി സെൽ, ഇതിനാണ് നമ്മൾ ബട്ടൺ സെൽ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ചിത്രം നിങ്ങൾക്ക് പെട്ടെന്ന്, ഈ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള സംഗതികൾ മനസ്സിലാവണമെങ്കിൽ ഇവിടുത്തെ റൈറ്റപ്പ് ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. Here the anode is zinc mercury amalgam
and cathode is a paste of mercuric oxide and carbon. The electrolyte is a paste of potassium hydroxide and zinc oxide. ഇപ്പോൾ വളരെ ബ്രീഫ് ആയിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റൈറ്റപ്പ് ആണ്. ആരാണ് ഇവിടുത്തെ ആനോഡ്? സിങ്ക് മെർക്കുറി അമാൽഗം. ആരാണ് ഇവിടുത്തെ കാത്തോഡ്? മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. ആരാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്? എ മിക്സ്ചർ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. ഇത് പഠിച്ചാൽ പകുതി മാർക്കായി. ആരാണ് ആനോഡ്? സിങ്ക് മെർക്കുറി അമാൽഗം. ആരാണ് കാത്തോഡ്? എ പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. And what is the electrolyte here? This is a mixture of potassium hydroxide and zinc oxide. ഇനി അതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആണ്. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യാല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല കുട്ടികളെ. ആനോഡ് റിയാക്ഷൻ സിങ്ക് മെർക്കുറി അമാൽഗം പ്ലസ് 2OH മൈനസ് ഗീവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഔട്ടർ സർക്യൂട്ടിൽ കിട്ടുന്നത്. കാത്തോഡ് റിയാക്ഷൻ മെർക്കുറിക് ഓക്സൈഡ് പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് മെർക്കുറി Hg പ്ലസ് 2OH മൈനസ്. The overall reaction is zinc mercury amalgam plus mercuric oxide gives zinc oxide plus mercury. The cell has a constant potential of 1.35 volt since the overall reaction does not involve any ion in solution. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ തൊട്ട് മുൻപ് കണ്ടതിൽ ഡ്രൈ സെല്ലിൽ 1.5 വോൾട്ട് ആണ് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷെ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം അതിൽ അയോണിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അമോണിയം ക്ലോറൈഡിന്റെ അളവ് കുറയും. എങ്ങനെ അമോണിയം ക്ലോറൈഡിന്റെ അളവ് കുറയുന്നത്? അമോണിയം ക്ലോറൈഡ് എന്തായിട്ട് മാറും? അമോണിയ ആയിട്ട് മാറും. അപ്പൊ അമോണിയന്റെ അളവ് ഇങ്ങനെ NH4+ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നേൺസ്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അയോണിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും കുറയും. എന്നാൽ ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ബട്ടൺ സെല്ലിൽ, മെർക്കുറി സെല്ലിൽ നമ്മളൊരു സെല്ല് വാങ്ങി അത് കേടുവരുന്നത് വരെ അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര തന്നെയായിരിക്കും? 1.35 വോൾട്ട് ആയിരിക്കും. കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഏത് നിമിഷമാണോ അത് പൂർണ്ണമായിട്ടും നിന്ന് പോകുന്നത് അതുവരെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1.35 ആയിരിക്കും. കാരണം ഈ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കിയാൽ ഇതിൽ എവിടെയും അയോൺസ് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഓവറോൾ റിയാക്ഷൻ ആണ് നോക്കേണ്ടത്. സിങ്ക് മെർക്കുറി അമാൽഗം പ്ലസ് മെർക്കുറിക് ഓക്സൈഡ് ഗീവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് Hg. ഇവിടെ പൂർണ്ണമായിട്ടും അയോണുകളില്ല. അതുകൊണ്ട് തന്നെ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നുമില്ല കുറയുന്നില്ല, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്കതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇപ്പം ഇതിൻ്റെ ആനോഡ് പോർഷനാണ് ഈ റെഡ് ഇങ്കിൽ കാണിച്ചിരിക്കുന്നത്, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതാരാണ്? സിങ്ക് മെർക്കുറി അമാൽഗം. പിന്നെ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കാത്തോഡ്. അതാരാണ്? മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. പിന്നെ അതിനിടയിൽ കുത്തി നിറച്ചിരിക്കുന്നതാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് പേസ്റ്റ്, that act as electrolyte. അപ്പൊ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനൊന്നും പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് ഇതിൽ നിന്ന് 2 ചോദ്യങ്ങളെ വരുള്ളൂ. ഒന്ന്, മെർക്കുറിക് സെല്ലിന്റെ ആനോഡ് കാത്തോഡ് ഇലക്ട്രോലൈറ്റ്, പിന്നെ അതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ്. പിന്നെ കുറച്ചുകൂടി ലെവൽ കൂട്ടിയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, മെർക്കുറി സെല്ല് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തരുന്നു എന്തുകൊണ്ട്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് അയോൺസ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ സെക്കൻഡറി സെല്ലുകളെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഒരു സെക്കൻഡറി സെല്ലിന്റെ ചിത്രമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. നമ്മളിതിന്റെ ബാറ്ററി, വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് നമുക്ക് നോക്കാം. A secondary cell can be recharged and reused again and again. ഇതാണ് സെക്കൻഡറി സെല്ലിന്റെ പ്രത്യേകത. അതിനെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചാർജ് ചെയ്യാം. നമുക്ക് അതിൽ നിന്നും ഇലക്ട്രിസിറ്റി എടുക്കാം. ഇലക്ട്രിസിറ്റി തീരുമ്പം വീണ്ടും റീചാർജ് ചെയ്യാം, റീയൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് നിരന്തരം റീചാർജ് ചെയ്യാനും റീയൂസ് ചെയ്യാനും പറ്റുന്ന ടൈപ്പ് സെല്ലിനെ അല്ലെങ്കിൽ ബാക്ടറിയെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെൽ.
അപ്പം പ്രൈമറി സെല്ലിന്റെ കാര്യം എന്താണ്? ദാറ്റ് കൻ നോട്ട് ബി റീയൂസ്ഡ് ഓർ റീചാർജ്ഡ്. അതിനെ നമുക്ക് റീചാർജ് ചെയ്യാനും പറ്റില്ല, റീയൂസ് ചെയ്യാനും പറ്റില്ല. എന്നാൽ സെക്കൻഡറി സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യാം, റീയൂസ് ചെയ്യാം. ഇതാണ് വലിയ വ്യത്യാസം. Here the cell reaction can be reversed by passing current through it in the opposite direction. ഇങ്ങനെ നമ്മുടെ സെക്കൻഡറി സെല്ലുകൾ റീചാർജ് ചെയ്യാനും റീയൂസ് ചെയ്യാനും കാരണം ആ സെല്ലുകളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനെ കൊണ്ടാണ്. ആ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് തിരികെ നടത്തിക്കാം, അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. എങ്ങനെ? അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിട്ടിട്ട്. അങ്ങനെ ഇലക്ട്രിസിറ്റി കിട്ടുകയും രാസപദാർത്ഥങ്ങൾ തീർന്നു പോവുകയും ചെയ്യുന്ന സെല്ലിലേക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിട്ടിട്ട് ആ റിയാക്ഷനെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇത് റീചാർജ് ചെയ്യാനും റീയൂസ് ചെയ്യാനും പറ്റുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചുകൂടെ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി സെൽ ഈസ് ലെഡ് സ്റ്റോറേജ് സെൽ. ഇതാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ള സെല്ലാണിത്. ഇപ്പൊ നമ്മൾ വീടുകളിലൊക്കെ തന്നെ നമ്മൾ ഇൻവെർട്ടറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് ലെഡ് സ്റ്റോറേജ് സെല്ലാണ്. വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ഇൻവേർട്ടേഴ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലെഡ് ആസ് ആനോഡ്. ഓർത്തോളൂ, ആനോഡ് ആരാണ്? ലെഡ് ആണ്. ആൻഡ് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് PbO2 ആസ് കാത്തോഡ്. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇതൊരു പാക്കറ്റാണ്. ആരുടെ പാക്കറ്റാണ്? ലെഡ് ഗ്രിഡ്സ് ഫിൽഡ് വിത്ത് PbO2. അതാണ് ഇവിടുത്തെ കാത്തോഡ്. സോറി, ഇപ്പൊ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കുന്നുണ്ട് ചെയ്യാം. ഓക്കെ. A lead as anode and a grid of lead packed with lead dioxide as cathode. Electrolyte is 38% sulfuric acid. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ സൾഫ്യൂരിക് ആസിഡ് വാങ്ങിക്കൊണ്ടെന്ന് വെക്കും ഇതിലുള്ള സൊല്യൂഷൻ തീർന്നു പോകുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഓർത്ത് വെച്ചോളൂ. എന്താണ് സാധനം? ചില്ലറക്കാരനല്ല, സൾഫ്യൂരിക് ആസിഡ് ആണ്. 38% സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി സെൽ റിയാക്ഷൻസ് ഒന്ന് പഠിക്കാം. ദ സെൽ റിയാക്ഷൻസ് ആർ ആനോഡിൽ നടക്കുന്നതാണ്. Pb plus SO4 2- gives PbSO4 plus 2 ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോൺ ആണ് നമുക്ക് ഔട്ടർ സർക്യൂട്ടിൽ കിട്ടുന്നത്. കാത്തോഡ് PbO2 plus SO4 2- plus 4H plus 2 electron gives PbSO4 plus 2 H2O. The overall cell reaction is Pb plus PbO2 plus H2SO4 gives PbSO4 plus H2O in liquid state. On charging the battery, the reaction is reversed and PbSO4 on anode and cathode is converted into Pb and PbO2 respectively. അപ്പൊ ഈ റിയാക്ഷന് ഇതാണ് നമ്മളിതിൽ ഒരു എന്താ പറയാ, നമ്മുടെ ലെഡ് അക്യുമുലേറ്ററിൽ നിന്ന്, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ചാർജ് എടുക്കുമ്പോൾ, ഇലക്ട്രിസിറ്റി എടുക്കുമ്പോൾ ഈ റിയാക്ഷനാണ് നടക്കുക. നമുക്ക് ഈ റിയാക്ഷൻ തിരിച്ചു നടത്താൻ പറ്റും. എങ്ങനെ? ഇതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്താൽ മതി. അതിനാണ് നമ്മൾ റീചാർജ് ചെയ്യാൻ പോകുന്നത്. റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടാണ് നടക്കുക. PbSO4 plus 2H2O gives H2SO4 PbO2 Pb എന്ന് നടക്കും. ഓക്കെ. അപ്പൊ ചാർജ് ചെയ്യും, നമുക്കതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ഷനിലും, റീചാർജ് ചെയ്യുന്ന സമയത്ത് തിരിച്ചുമാണ് സംഭവിക്കുക. Another example for secondary cell is nickel cadmium cell. മറ്റൊരു സെല്ലാണ് നിക്കൽ കാഡ്മിയം സെൽ. അതിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. നിക്കൽ കാഡ്മിയം സെൽ ഇത് നമ്മളെ ഓട്ടോമൊബൈൽസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സെല്ലാണ്. കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്, കുറച്ചും കൂടെ എന്താ പറയുക, എഫിഷ്യൻസി കൂടും. അതിന്റെ സെൽ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CD plus 2NiOH thrice gives CDO plus 2NiOH twice plus H2O. അപ്പൊ ഈ റിയാക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് പലപ്പോഴും വന്നിട്ടുള്ളതാണ്. ഇത് നല്ലോണം, ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്നത് വാട്ട് ആർ ദ ആനോഡ്, കാത്തോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഓഫ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, അങ്ങനെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാം ആനോഡ് ആരാണ്? ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ?
ആനോഡ് lead ആണ്, കാത്തോഡ് a grid of lead packed with lead dioxide and lead dioxide. പിന്നെ ഇലക്ട്രോലൈറ്റ് എന്താണ്? 38% H2SO4. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സെൽ റിയാക്ഷൻ എഴുതാനാണ്. ആനോഡിൽ നടക്കുന്നത്, കാത്തോഡിൽ നടക്കുന്നത്, ഓവറോൾ. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഈ ഓവറോൾ എങ്കിലും പഠിച്ചു വെച്ചോ. പിന്നെ നിക്കൽ കഡ്മിയം സെല്ലിന്റെ റിയാക്ഷനും പഠിച്ചാൽ നമുക്ക് പ്രൈമറി സെല്ലുകളും സെക്കൻഡറി സെല്ലുകളും ഏകദേശമായി. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ബാക്ടീരിയ എന്താണെന്ന് പഠിച്ചു, പ്രൈമറി സെൽ എന്താണെന്ന് പഠിച്ചു, സെക്കൻഡറി സെല്ലുകൾ എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇപ്പൊ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്, സെക്കൻഡറി സെല്ലിലാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോ കൂടി വേണ്ടിവരും ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ. 9ാമത്തെ വീഡിയോ കൂടി കഴിയുമ്പം ഈ ചാപ്റ്ററും കഴിയും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.